ഹായ് ടു ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സത്യത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, യു കെയിൽ മീൻസ് യു കെയിലെ എക്സ്പെൻസിനെ കുറിച്ചാട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് പറയണുള്ളൂ, എനിക്ക് ഇത്ര എക്സ്പെൻസാണ്, ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെയാണ് കണ്ടിട്ട്. ആക്ച്വലി ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ നിങ്ങൾക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, തട്ടിയും മുട്ടിയൊക്കെ പോകാൻ പറ്റും, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എന്താണ് ജീവിച്ചു പോകണ്ട. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചല്ല 30 ഡേയ്സ് ജീവിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചലഞ്ചായി എടുത്തിട്ട് ഞാനൊരു 30 ഡേ എക്സ്പെൻസസ് ഇൻ യു കെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അത് പറയുമ്പോൾ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടും. എൻ്റെ ഡേ ടു ഡേ ലൈഫിലെ ചിലവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു 4 ഡേയ്സ് മുന്നേ എനിക്ക് എൻ്റെ സാലറി ക്രെഡിറ്റായി 900 pounds ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ ഞാനൊരു ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവും. അതും 15 Pro Max ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ചിലവ് എനിക്ക് അഡീഷണൽ ആയിട്ട് കയറി വന്നു കേട്ടോ. എൻ്റെ ഫോൺ ഓൾറെഡി പൊട്ടിയ കാരണം ഞാനത് എടുത്തതാണ്. അതും കോൺട്രാക്ട് ബേസിലാണ്. അപ്പോൾ ആദ്യം എനിക്കൊരു 80 pound കൊടുക്കണം, പിന്നെ എല്ലാ മാസം 80 pound വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ചിലവാട്ടോ. അപ്പോൾ അതിനുശേഷം എൻ്റെ കയ്യിൽ ഇപ്പോൾ 900 pound എൻ്റെ കയ്യിൽ ക്രെഡിറ്റായി. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 831 pound 10 pound എത്ര എമൗണ്ട് കഴിഞ്ഞ മാസത്തെ ബാലൻസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഡേ ടു ലൈഫ് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഗായ്സ്, അപ്പോൾ എൻ്റെ 30 ഡേയ്സ് എക്സ്പെൻസ് ചലഞ്ച് ഇൻ യു കെ 30 ഡേയ്സ് എക്സ്പെൻസസ് ഇൻ യു കെ ചലഞ്ചിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് എനിക്ക് വേറെ കുറച്ച് അഡീഷണൽ ചിലവ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് എൻ്റെ എൻ്റെ ഫോണിന് കേസും സ്ക്രീൻ ഗാർഡും അഡാപ്റ്ററും എനിക്ക് വാങ്ങിക്കണ്ട. അഡാപ്റ്ററൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വേറെ ചാർജറൊന്നുമില്ല. ഞാൻ ആൻഡ്രോയിഡ് യൂസറായിരുന്നു. വേറെ ചാർജറൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് അതെന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ. സോ അതെനിക്ക് അഡീഷണൽ ഇത് കയറി വന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇന്ന് വാങ്ങിക്കാൻ പോകണം. സോ ഗൈസ്, വൺസ് അഗൈൻ എല്ലാവർക്കും എൻ്റെ പുതിയ ചലഞ്ച് വ്ളോഗിലേക്ക് ഓൾറെഡി 10 pounds എനിക്ക് സാലറി ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരിക്കൽ ജോലി സ്ഥലത്തോട്ട് പോയി. അതിപ്പോൾ വന്നിട്ട് അങ്ങോട്ട് പോകേണ്ടി ഞാൻ ടാപ്പ് ചെയ്തു. അപ്പോൾ അതിൽ 5 pound ഉണ്ടെന്ന് കാണിക്കുന്നത്. എനിക്കൊന്നും സ്റ്റാറ്റ്ഫോർഡിലെത്താൻ വേണ്ടിയിട്ട് 1.25 അങ്ങനെ എന്തോ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ചിലവ് ട്രെയിനാട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ട്യൂബും ഇങ്ങനെ മെട്രോ പോലത്തെ ട്യൂബൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നതല്ലേ ട്രാവലിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. അത് പറയുമ്പോൾ ട്യൂബൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് പോകും. നമ്മളാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുന്നത് 10 pounds 15 pounds അങ്ങനെ റീചാർജ് ചെയ്യും. അപ്പോൾ പിന്നെയും അപ്പോൾ നമുക്കിങ്ങനെ പൈസ ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് അക്കൗണ്ടിൽ നോക്കുമ്പോൾ പൈസ ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയാണ്. ഇപ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ 1.25 എന്ന് പറയുമ്പോൾ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക 125 രൂപ. വെറും അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് 125 രൂപ. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രെയിൻ 10:15 ആണ്. ഇപ്പോൾ 11:15 ആണ്. ഇപ്പോൾ ടൈം 11:10 ആയി. ഞാനിപ്പോൾ ട്രെയിനിലെത്തിയത് ബാക്കിയെടുക്കാം. എനിക്കൊന്ന് ട്രെയിൻ എത്തിയിട്ട് ഇവിടെ നിന്നൊരു അരമണിക്കൂർ എത്ര ഉള്ളു സ്റ്റാറ്റ്ഫോർഡിലോട്ട്.
ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത മോള് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ബസ്സിലൂടെ നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ആ മുകളിലൊക്കെ ഇരിക്കുന്നതിന്. എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം എപ്പോഴും ഒരിക്കൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ എന്നോട് സെക്യൂരിറ്റി പിടിച്ചിട്ട് പറഞ്ഞു ആ മുകളിൽ വീട്ടിൽ എടുക്കാൻ പറ്റില്ല, കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ അതിൽ വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എനിക്ക് നോക്കാം, ഞാൻ പറ്റിയ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീട്ടിൽ എടുക്കാം. ഇതാണ് അണ്ടർഗ്രൗണ്ട് ബസ്. സോ അവിടെ എത്തുമ്പോൾ മേലോട്ടൊരു വഴിയുണ്ട്, അത് കൂടെ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് എക്സിറ്റ് ആവണ്ട. അവിടെ എക്സിറ്റ്. ഞാൻ മുടി വന്ന് വെട്ടാൻ പറ്റില്ല, അപ്പം പിന്നെ ഞാൻ തിരക്കായതുകൊണ്ട് വെട്ടിയില്ല. ഇപ്പം എനിക്ക് വെട്ടാനുള്ളൊരു മൂഡ്. ഇപ്പം ഞാൻ വിചാരിച്ചു മുടി വളർത്താമെന്ന് പറഞ്ഞിരിക്കുക. സോ ഞാനിപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ എസ്കലേറ്ററും കൂടി കയറി നമ്മൾ എക്സിറ്റ് എത്തും. ഇവിടെ എല്ലാവരും മെല്ലെ പോകുന്നവരെല്ലാവരും റൈറ്റിൽ നിൽക്കും, ബാക്കി നടന്നു പോകുന്ന എല്ലാവരും ലെഫ്റ്റിലൂടെ കയറും. അതാണ് ഇവിടെ ആൾക്കാർ മെയിനായിട്ട് ചെയ്യാറുണ്ട്, എസ്കലേറ്ററിൽ കയറി. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഈ ട്രെയിനിൽ ഈ 2 വീലർ ട്രാവൽ ചെയ്തത്. അത് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകട്ടോ. ടാപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അവർ പിടിക്കും. നമുക്ക് ഇന്ന് ഫസ്റ്റ് എക്സ്പെൻസ് ഇവിടെ കൊടുക്കാൻ പോവാം. $1.25 പിടിച്ചൂടാ. എനിക്കിപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസ് ഞാൻ എന്തായാലും എടുക്കാം, നോക്കാം. സോ ഞാനിപ്പോൾ എൻ്റെ ഐഫോണിൽ കേട്ടോ വീഡിയോ എടുക്കണേ. ഇതാണ് വെസ്റ്റ് ഫീൽഡ് മോള്, വലിയൊരു മോളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെയാണ് ഷോപ്പുള്ളത്. ഷോപ്പെന്ന് പറയുമ്പോൾ വേറെ നല്ല ആപ്പിൾ സ്റ്റോറാണ്. എനിക്ക് ഈ ഫോണിലൊരു കവറും പിന്നെ സ്ക്രീൻ ഗാർഡും അങ്ങനത്തെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. സോ ഞാൻ ആപ്പിൾ സ്റ്റോറിലെത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആപ്പിൾ സ്റ്റോർ. അത്യാവശ്യം കുറച്ച് വില, അത്യാവശ്യം വലുതാ കേട്ടോ. സോ ഞാൻ എടുത്തത് ജനനം ഒരു അഡാപ്റ്റർ ആട്ടോ. അഡാപ്റ്ററിൻ്റെ ഇല്ല, ഞാൻ ഇത്ര 2 ദിവസം എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് യൂസ് ചെയ്തു. ഇത് ഈ കവറാണ് ഞാൻ എടുത്തത്. ഒരു വെറൈറ്റിക്ക് മഞ്ഞിരുന്നുണ്ടായിരുന്നുണ്ട്. എനിക്ക് വേറെ കളേഴ്സൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അത് കാരണം ഇതിലോട്ട് പോയത്. നോക്കാം, ഈ കുറച്ച് കഴിയുമ്പോൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റാം. അല്ല നോക്കാം, എന്തായാലും വേറെ നല്ല കളർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടും. എനിക്ക് വേണ്ടത് ഗ്രീനായിരുന്നു, പക്ഷെ അതിവിടെ ഇല്ലായിരുന്നു. സോ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഏജിലുള്ള കുട്ടിയാട്ടോ. ഹായ്, സേ ഹായ്. What's your name? Maria. Nice to meet you. Hi, yeah, nice to meet you. Yeah, bye. അപ്പോൾ എനിക്ക് ശരിക്കും വലിയൊരു എമൗണ്ട് പൊട്ടിയിട്ടാ. വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ 102 പൗണ്ടാട്ടോ പൊട്ടിയത്. പൈസ പേ ചെയ്യുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. മീൻസ് 3 കൂടി വാങ്ങിച്ചപ്പം വലിയൊരു എമൗണ്ട് പൊട്ടിയാലോ അതുകൊണ്ട്. 102 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 10,000 രൂപ പൊട്ടി. നല്ല വിഷമമായിരുന്നു. ഞാനപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് സോ സ്റ്റാർബക്സിൽ നല്ല ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ സോ ഞാൻ സ്റ്റാർബക്സിലെത്തിയല്ലോ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ്, കുഴപ്പമില്ലാത്തൊരു സ്റ്റോറാണ്. ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. സോ ഈ ഹോട്ട് ചോക്ലേറ്റ് എന്തായാലും 4 പൗണ്ടാട്ടോ പൊട്ടി.
4.65 അങ്ങനെ എന്താണ്. സോ വീണ്ടും നമ്മൾ ട്രെയിനിൽ കയറാൻ പോകണം. വീണ്ടും 1.25 പോകും. എന്തായാലും കുഴപ്പമില്ല, വീണ്ടും നോക്കാം. സ്റ്റേഷനിലെത്തിയതും ട്രെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി ഓടിയതാണ്. അപ്പോൾ എനിക്ക് ഇവിടെയും 1.25 കൊടുക്കേണ്ടതുണ്ടോ, നാട്ടിൽ 125 രൂപ. അവിടെ നിന്നൊരു അരമണിക്കൂർ അരമണിക്കൂറില്ല, ഇവിടെ പോയൊരു 20 മിനിറ്റ് മതി വീട്ടിലോട്ട്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റൂംമേറ്റ് ഉണ്ട്. അപ്പോൾ ഗുരുദ്വാരയിലോട്ട് വരും. ഞാൻ നമുക്ക് ശരി വരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാം. അത് വീട്ടിലെടുത്ത് തരണം, പിന്നെ കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ പൈസ കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നല്ല ഫുഡും കിട്ടും, നല്ല ചായ കിട്ടും. അതിന് പിന്നെ എക്സ്പെൻസ് അങ്ങനെ ഒരുപാട് കൂടില്ല. സോ ഞാൻ തിരിച്ചെൻ്റെ സ്റ്റോപ്പിലെത്തിയല്ലോ. നമുക്ക് പിന്നെയും പൊട്ടി 1.25 പിന്നെയും പൊട്ടി. സോ ഞാൻ വീട്ടിലല്ല, ഞാൻ എൻ്റെ സ്റ്റോപ്പിലെത്തി. എനിക്ക് ഇവിടുത്തെ ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. ഞാനപ്പോൾ ആദ്യം ഗുരുദ്വാരയിലോട്ട് പോകാം. അവിടെ എൻ്റെ ഒരു റൂംമേറ്റ് വരും. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ bye guys.